ഗൈസ് ഞങ്ങൾ ബാംഗ്ലൂർ പോകാൻ റെഡിയായി. രണ്ട് സാധനം അത് പാവണം. തീ നിൽക്കണ ഈ മൊട്ടത്തലേനല്ലേ ഇടിച്ച് ശരിയാക്കണം. ഞങ്ങൾ ബാംഗ്ലൂർ പോകാൻ റെഡിയായി. രാത്രി 8:45 ഞങ്ങളുടെ വണ്ടി. എന്റെ അച്ഛൻ വരാൻ കാത്തിരിക്കാൻ. ഞങ്ങൾ അച്ഛനോട് വന്ന് ടാറ്റ പറഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ. ഇവിടെ ഒരാൾക്ക് ഭയങ്കര നാണം. തുമ്പിക്ക് ക്യാമറ ഷൈ ആണ് തുമ്പി. അപ്പൊ തുമ്പിക്ക് അത് നാണം. തുമ്പി നല്ല സുന്ദരിയാ, പിന്നെ എന്തിനാ ഇത്രയൊക്കെ കാണിക്കുന്നത്? ഗൈസ് ഞങ്ങൾ ബസ് കാത്ത് നിക്കണേ. മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞ ഏതോ സ്ഥലത്തായി ഇപ്പൊ നിക്കണം. ഇവിടെ നിന്ന് ഞങ്ങള് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് 12 മണിക്ക് റൂമിൽ കയറാൻ പറ്റത്തുള്ളൂ. റൂമിൽ കയറി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെ നിന്ന് രാമചന്ദ്രപുരത്തോട്ട് വരും. അപ്പൊ ഞാൻ കണ്ടാ പോണം ഫുഡ് കഴിക്കാനാ. വിശക്കണ. ഇവിടെ എവിടെയും മസാല ദോശയുടെ മണ്ണുണ്ട്. പല്ല് വെച്ചിട്ടില്ല, എന്നാലും ഫുഡ് കഴിക്കണം. എന്നിട്ട് റൂമിൽ പോയിട്ട് വല്ല ഞാനൊന്നുമില്ല. ഗായ്സ് ഇവിടുത്തെ പട്ടിയെ നല്ല തടിച്ച് നല്ല ബബിള് പോലെ ഇരിക്കണം. എനിക്കൊന്നും ഇവിടെ പട്ടികൾ സ്നേഹമുള്ള ആൾക്കാരാണ് തോന്നുന്നുണ്ട്. എപ്പോഴും ഫുഡൊക്കെ കൊടുക്കും. ഇവിടെ നിക്കാൻ പറ്റത്തില്ല. ഓട്ടോക്കാർക്ക് വന്നിട്ട് എവിടെ പോണോന്നൊക്കെ ചോദിക്കും. എടാ ഊബർ വിളിച്ചാലേ എടുത്താട്ടൊക്കെ പോവാടാ. എടാ ആ കടയൊക്കെ ഇറങ്ങി കട കണ്ടിട്ട് വിശക്കണം. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പിന്നെ വണ്ടി വരുവാ. വീഡിയോ എടുത്തോണ്ട് നമുക്ക് റോഡ് കിടക്കാം. അപ്പൊ വണ്ടി ഇടിച്ച ലൈവായിട്ട് വീഡിയോ ഉണ്ടാവും. സ്കൂട്ടിക്കാരനൊക്കെ പറന്നു തന്നെ. ഇവിടെ മറ്റേ ചെടി നട്ടൊക്കെ കണ്ടാ? മറ്റേ ചെടി നിനക്ക് അതിലൊരു ചാട്ട മേടിച്ചേരട്ടെ. അയ്യോ എന്താടിയാ എനിക്കറിയില്ല. കണ്ടിട്ട് നല്ലേന്ന് തോന്നാം. എടാ ഇവിടെ മൂല്യണ്ടാ എത്രയാണെന്ന് നോക്കിട്ടാ. അവസാനം 500 രൂപയൊക്കെ ഫ്രീ. ഞങ്ങള് ഇവിടെ മസാല ദോശ കഴിക്കാൻ കയറി. മസാല ദോശ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിടെ മസാല ദോശക്ക് 50 രൂപ, ഇവിടെ 70 രൂപ മസാല ദോശ. വരുമ്പോ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ചായ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോണേ. ലുലു ഹൈപ്പർ മാർക്കറ്റ് നടന്നാ പോണേ ഞങ്ങൾ. ഇവിടെ കുറെ ബാത്റൂം ഉണ്ട്. പക്ഷെ ഒരെണ്ണം ബാത്റൂമിൽ പോയി മൂത്രമൊഴിക്കാം. എല്ലാ റോട്ടിലെ ഒരെണ്ണം ഒടുക്കത്തെ നാട്ടിൽ ബാത്റൂമിൽ നാട്ടിൽ ഇതൊക്കെ ഇവന്മാർക്ക് അയ്യേ
കാലിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഒന്നാമത് ജീൻസാണ് അത് ഇങ്ങനെ നിലത്തിങ്ങനെ മുട്ടിയ അഞ്ചാറ് ബാത്റൂം കണ്ട് ഗൈസ്. അവിടെ ഒടുക്കത്തെ വേണം, ഇവിടെ ഒടുക്കത്തെ വേണം. നടന്നു പോണേ ഞങ്ങള് വണ്ണം കൊറേ. ശരിക്കും ഈ മണവില്ലെങ്കിൽ അടിക്കുന്ന സ്ഥലമാണല്ലേ. നമ്മുടെ അവിടെ ഇങ്ങനൊന്നും അത് ചെയ്യത്തില്ല. വൃത്തി ഇതൊക്കെ ഉണ്ട്, ക്ലീൻ ഉണ്ട്, പക്ഷെ ഭയങ്കര വൃത്തി. പക്ഷെ മനസ്സിലായില്ലേ, മരങ്ങളൊക്കെ ഉണ്ട്. എത്ര 100 രൂപ ഇതിനെയും കൊണ്ട് വന്നേക്കണം. വാങ്ങാത്തലി ഇവിടെ കിടന്നുകൊണ്ട് വഴക്കുണ്ടാക്കി. ഒരു അപ്പുറത്തെ ആ ഫ്ലാറ്റ് ഉണ്ട്, അതിന്റെ അപ്പുറത്തേക്കാണ് ഈ മാട്. അവിടം വരെ പോണേന് 100 രൂപ കൊടുക്കും. പോണേന് 50 രൂപ കൊടുക്കണേന്ന് കുഴപ്പമില്ലല്ലോ. എന്താണ് റേറ്റ്? 80 രൂപ. ஏன்னா இதெல்லாம் டிராபிக் ஆயிடும். வேற പറഞ്ഞു നമുക്കറിയാത്ത സ്ഥലമുണ്ടെങ്കിൽ ഞാനായിട്ട് തല്ലി വിട്ടു. മലയാളം പോലും ഇവിടെ എല്ലാവർക്കും അറിയാം. എനിക്ക് മലയാളം അറിയാം. ഇരിക്കണം 20 രൂപ ലാഭിച്ചതിന്റെ സന്തോഷം. വന്നപ്പോ തന്നെ 100 രൂപ ചിപ്സ് നീ ഇവൻ കാരണം 100 രൂപ കളഞ്ഞ് വാങ്ങാത്ത ചിപ്സ് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട്. മുളക് പൊടി എന്ന് പറഞ്ഞില്ല വേറെ സാധനം. നീ പന്നിയൊക്കെ നടക്കണം. അല്ല ഇവിടുത്തെ പട്ടീനെ പന്നീനെ തിരിച്ചറിയാൻ പറ്റൂലേ? പിങ്ക് കളറിലെ പന്നി പിടിച്ചിട്ട് പോയാലോ? പന്നിക്കറിയുണ്ടല്ലോ. പന്നി എനിക്ക് അലർജിയാണ്. പക്ഷെ ഒന്ന് പോവാഴ്ചയാണ് അത് നടക്കാതിരിക്കാൻ. രാവിലെ നടക്കണം നല്ലതാണ്. ണെങ്കിൽ ബാംഗ്ലൂര് വന്നാ പിന്നെ വൈറ്റിന് അതായിരിക്കും വീടെത്തണം. അതുവരെ എവിടെയാടാ ലുലുമാളം ഇല്ലെങ്കിൽ ആഴ്ചയിലേക്ക് ഞാൻ ഇടിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ ഹൈപ്പർ ഉണ്ടായാൽ മതിയായിരുന്നു. നമ്മുടെ എറണാകുളത്തെ പോലത്തെ തന്നെ. ലുലുമാളെത്തി, പക്ഷെ ലുലു തുറന്നിട്ടില്ല. അപ്പൊ ഇനി ഇവിടെ വല്ലയിടത്തും നിക്കാം. തുറന്ന ലുലു കയറിയിട്ട് സാധനം മേടിച്ചിട്ട് വരാം. നമ്മ എന്തൊക്കെയാ മേടിക്കണത് ലുലുന്ന്? കുറച്ച് ഐറ്റംസ് ചിക്കൻ മേടിക്കണം. കുറച്ച് മേടിച്ചാൽ മതി. പിന്നെ നമ്മുടെ അവിടെ നിന്ന് ഇച്ചിരി നടന്നു കഴിയുമ്പോ കൊറേ കടയുണ്ടെന്ന് പറയാനുണ്ട്. ആണോ? അവൻ പറയണ ഓ ഇതിന്റെ അകത്ത് വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ലേ? രാവിലെ തന്നെ തുറന്നു വെച്ചൂടെ? മാൾ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരാൻ. നോക്കിയ നല്ല പാണ്ടി കൊല്ലത്തിലാണ് ആദ്യമായിട്ട് ഞാൻ മാളിലൊക്കെ പോണം. വാങ്ങാൻ തരി ഗൈസ്. നമ്മൾ മാളിൽ കയറി ഡ്രസ്സ് മാറി. എന്റെ ഡ്രസ്സിലില്ലേ ആ മറ്റേ ബസ്സിലുള്ളൊരു വെള്ള കളറുള്ളൊരു സാധനം ഫുള്ള്. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങള് ഡ്രസ്സ് മാറി. ഇത് എങ്ങോട്ടാ പോണം? എങ്ങനെയാ ഓപ്പൺ? അതുവഴി
ഗൈസ്, പിന്നെ ഞങ്ങക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണം, എന്നിട്ട് റൂമിൽ പോണം. 11 മണി വരെ ഞങ്ങക്ക് ഇവിടെ നിൽക്കണം. എന്താ മേടിക്കാൻ വേണം? 3 ദിവസത്തേക്ക് വെക്കാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോട്ടെ. എടാ അവിടെ ഗ്യാസ് ഉണ്ടായിരുന്നു. ഗൈസ്, ഞങ്ങളുടെ ഒരു ഇറങ്ങി ഊബറിൽ കയറി ഇപ്പൊ റൂമിലോട്ട് പോണേ. ഇവരെല്ലാരും പേടിച്ചു. ഞാൻ ഗൈസ് വിളിച്ചു. ഞങ്ങള് മാക്സിലല്ല, നമ്മൾ ട്രെൻഡ്സിലാണ് കയറിയത്. ട്രെൻഡ്സിൽ കയറി ഗൈസ്. എന്നിട്ട് എല്ലാ ഡ്രസ്സും ഞങ്ങൾ ഇട്ട് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ഇനി ഈ റൂമിൽ ചെല്ലണം. എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ മേടിച്ചിട്ടുണ്ട്. ആഴ്ച ബിരിയാണി ഉണ്ടാക്കും. എന്നിട്ട് അത് രാത്രിയല്ലേ. ഞങ്ങള് ഇവിടെ എത്തി. ശരി, ഞങ്ങളിപ്പോ റൂമിലെത്തിട്ടാ. ഇനി എനിക്ക് ഒരു 1:30 ആകുമ്പോഴത്തേനും ഞങ്ങൾ ഇവിടുന്ന് രാമചന്ദ്രപുരത്തോട്ട് പോകും. അവിടെ എനിക്ക് മെറ്റീരിയൽ എടുക്കണം. ആദ്യത്തെ ദിവസം ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാനാണ് പോണത്. എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, എനിക്ക് കുറേ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലൊക്കെ എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് പോകും. അപ്പം ഞാൻ ആ സമയത്തുള്ള വീഡിയോസ് കാണിച്ചു തരാം. ഞങ്ങളിവിടെ വന്നിട്ട് എന്താ ഫുഡ് വാങ്ങാമെന്ന് വെച്ചു. പക്ഷേ ഇവിടെ ഫുഡ് വാങ്ങാൻ കട ഒന്നുമില്ല. മന്തിക്ക് മന്തിക്ക് 400 രൂപ ഗൈസിൻ്റെ പൊന്നു ദേവി. ഞാൻ അതുകൊണ്ട് വേണ്ടെന്ന് ഓർത്തിരിക്കുന്നത്. ഞങ്ങൾ ബിരിയാണി വാങ്ങാനുള്ള സാധനം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് വൈകുന്നേരം ഉണ്ടാക്കാൻ ഓർത്തു. ഇപ്പം ഞാൻ ഉണ്ടാക്കി പോകാനൊന്നും സമയമില്ല. ഇനിയിപ്പോൾ ഇപ്പം തന്നെ എത്ര മണിയായെന്നറിയോ? സമയം 1 മണിയാവാൻ പോണം. അപ്പം ഇനിയിപ്പോൾ ടൈമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ടിട്ട് വേഗം റെഡി ആയിട്ട് പോകണം. ഓക്കെ, ನೀನೇನು ಹಲ್ಕ ಕತೆ ನೀನು ಮಾಡಲಾರಿ ಹೇಳ್ತಾರೆ ನೀನು ಕುತ್ಕೊಳ್ಳಲೆ ಅವನು ಕುತ್ಕೊಂಡು ಆಯ್ತು ತಿಂತವನು ನನ್ನ ದುಡ್ಡು ನಾನು ತಿಂತಾ ಇದ್ದೀನಿ. ಸಾಟ ಅಂತ ತಿಂತ ನಾನು ಸುಳೆ ಮಗ ಸುಳೆ ಮಗ ಚೂಡ ಮಗ ನಾನು ಸುಳೆ ಮಗ ನಿನ್ಗೆ ಹೇಳ್ತದೆ. ಇವನಿದ್ದ ಕೇಳಿ ಇವ್ನ ಪಕ್ಕದಲ್ಲಿದ್ದ ಇವನಿದ್ದ ಕೇಳೋಣ. ಮತ್ತೆ ಏನ್ ಗೊತ್ತ ನಿಮ್ಗೆ ಸುಳೆ ಮಗ ಕೇಳ್ಸ್ಕೊಬಿಡ್ತೀನಿ. ನಮ್ಮ ಜಗದ ತಿರ್ಗಿಬಿಡ್ತೀಯ. ಏನ್ ಇವ್ರು ಹೇಳ್ದಂಗೆ ನಡಿಬೇಕು. ತುಲಾಲಿ ಸುಳೆ ಮಗ ಅಂತ ಸುಳೆ ಮಗ. ಇನ್ನೊಂದೊಬ್ಬ ಯಾರು ಕಡಿಯೋ ಮಗ ನೀನು. ಇನ್ನೊಂದೊಬ್ಬ ಯಾರ್ಯಾರು ಅಂತಿಂತೀಯ. എന്താണ്ടൊക്കെ തിന്നിട്ട് ശക്തി കിട്ടി ഗൈസ്. ഞാൻ രാമചന്ദ്രപുരം. ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകണം. ठीक है, अब 9 मिनट छोड़ दे. मैं अगर गया मार पाड़ा बात करनी नहीं है. मैं हैंगो ने फटा बाय उड़ा है. हैंगो ने थोड़ी भाई मार दो भाई. ये मां सुन दिन भी नहीं करू. ಇದು ಲೈಕ್ರ ಇದರಲ್ಲಿ ಕಲರ್ ಸಿಗುತ್ತೆ. ಪ್ಯಾಂಟ್ ಕಲರ್ ರೆಡ್ ആണ്. ಇದು 200. ഇതെടുക്കട്ടെ. ഇതെടുക്കണം. ബ്ലാക്ക് എടുക്കണം. ബ്ലാക്ക് എടുക്കല്ലേ. ഇതെടുക്കട്ടെ. എത്ര? 4 മീറ്റർ. दूरी में जाना तो फ्री कर फ्री है बा. ഇവിടെ ഇവിടെ പറയക്കെ ഇതിന് ഇറങ്ങിയിട്ട് ഷോപ്പ് ഞാൻ കാണിച്ചു. ഇതാണ് ഇപ്പൊ എടുത്തേക്കണം. നീ ഇതെടുക്കണം. ഇതിന് എത്രയാ? 200. ഇത് 200 എടുത്താലോ? മീറ്റർ എടുക്കാം. 200. ये वाला बंद है. ഫോട്ടൊക്കെ തേക്കും. പിന്നെ ബാക്കി നമുക്ക് അടുത്ത കുറച്ച് കടയിൽ കൂടി കയറിയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഒന്നും കൂടി എടുക്കാം. എനിക്ക് ഇഷ്ടമായി. ये वाला बंद है. केरला में कौन सा
കൊച്ചി ഓൾ ഇന്ത്യ भेजेगा ഞങ്ങൾ ഫസ്റ്റ് കടയിൽ കയറി ഇറങ്ങി തിരിച്ച് അയ്യോ ഇതെന്താ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വണ്ടി അടുത്ത കടയിലോട്ട് പോണേട്ടോ അവിടുന്ന് ഞാൻ 2 മെറ്റീരിയൽ എടുത്തു ഇനി അവിടെ കുറച്ച് അങ്ങോട്ടേക്ക് നീങ്ങിയിട്ടൊരു കടയുണ്ട് അവിടെയും കുറച്ച് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ഉണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് ഇനി പോവാം അടുത്ത ഷോപ്പിൽ കയറിയിട്ടുണ്ട് ಕಾಸ್ಟ್ಲಿ ಬೀಳುತ್ತೆ ಸ್ವಲ್ಪ ಇದೆಲ್ಲ ಬೀಳ್ಬೇಕು ഞങ്ങള് 2-3 ഷോപ്പിൽ കയറി ഇനിയിപ്പ ആകെ ഇനി ഇച്ചിരി കാശും കൂടി ഉണ്ട് നമുക്ക് ഏതാ അവിടെ ആ കടയിൽ നിന്നില്ലേ റെഡ് കളറിലെ വർക്ക് മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങായിരുന്നു वो भी सेम है कितना है 650 ಆ ಥರ ಇದೆ ನೋಡಿ ಮೇಲಿದೆ ನೋಡಿ ഇതും എടുത്തിട്ടാ ഇതിന് 600 ഇതിന് 1200 റേറ്റ് എത്രയാ ഇതിന് 950 ഞാൻ അതൊന്നും നോക്കി വന്നിട്ടുണ്ടായിരുന്നു ಬ್ಲಾಕ್ ಅಲ್ಲಿ ಮಸ್ತ್ ಇದೆ ഇത് ഏതാന്ന് മനസ്സിലായോ ഇതൊരു വൈറ്റ് ഗൗൺ അത്യാവശ്യം ട്രെൻഡ് ആയിരുന്നു അതിന്റെ ബ്ലാക്ക് ആണ് പക്ഷെ ഇത് ഇത്രേ ഉള്ളു കുറച്ചേ ഉള്ളൂ ഫർ മെറ്റീരിയൽ ഉണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഫർ മെറ്റീരിയൽ ഇല്ല ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ട് കുപ്പിവളയുണ്ട് ആ വണ്ടി പോട്ടെ എനിക്ക് പേടിയാ ആ വേണം ഞങ്ങളിപ്പോ ആ കുറച്ച് കടകൾ കയറിയിട്ട് ഇപ്പൊ വേറൊരു വഴി കൂടി പോണേ ഒരു ഫർ മെറ്റീരിയൽ ഒക്കെ എടുക്കണ ഒരു ഷോപ്പുണ്ട് അങ്ങോട്ടേക്ക് ഇപ്പൊ പോണത് അവിടെ നിന്ന് എടുത്തിപ്പോ 4 ഡ്രസ്സിനുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് കഥമായി എന്ന് തോന്നുന്നു കേട്ടാ പൈസ ഇത്രയും കൂടെ ഉള്ളു കുറച്ചും കൂടി പൈസ ഉണ്ട് അതിനും കൂടി ഇനി സാധനങ്ങൾ എടുക്കാം ഇനിയിപ്പൊ നമുക്കില്ലേ മറ്റേ ഷോപ്പിലോട്ട് പോകാം ഫർ മെറ്റീരിയൽ എടുക്കുന്ന ഷോപ്പിലോട്ട് എന്നെ ചീത്ത വിളിക്കണത് കേട്ടോ നിങ്ങള് ഈ അപ്പൂപ്പനെ രണ്ട് സാധനം അത് പാവണ് തീ നിക്കണ ഈ മൊട്ടത്തലേനല്ലേ ഇടിച്ച് ശരിയാക്കണം ഈ അടിച്ച് ഇവിടെ സഹിക്കോന്ന് എണീറ്റ് മുമ്പ് തന്നെ പോ ഞാൻ എടുത്തോളാം ഇപ്പൊ ഞാൻ പോണെന്നില്ലേ മറ്റേ ഫർ മെറ്റീരിയൽ ഒക്കെ തൂക്കി നിൽക്കണ ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിന്റെ ഇവര് വഴി മറന്നു പോയി എനിക്കും കറക്റ്റായിട്ട് വഴി അറിയത്തില്ല പക്ഷെ ഇവിടെ എവിടെയോ ആയിട്ടാണെന്ന് എനിക്കറിയാം ഇടേണ്ടതായോണ്ട് എവിടെയെങ്കിലൊക്കെ ഇതെന്തോ ഒരു സാധനം ഇതെന്തോന്നാ അതിന്നെന്തോ വെള്ളമൊക്കെ വന്നി എടാ ആ വണ്ടി വന്നില്ലേ ആ വഴി എന്തോ പോണ്ടത് അവിടം വരെ നടക്കണം അയ്യോ ഇത് ഇവിടെ കോലൊക്കെ ഇട്ടിട്ടുണ്ട് അത് ചവിട്ടാൻ പാടില്ലല്ലോ ഇവിടെ ആ ഷോപ്പില് ഇനി അവിടെ കൂടി കയറാനുള്ളല്ല എന്റെ കാശ് തീർന്നു 10,000 രൂപ തീർന്നു പറഞ്ഞില്ല അതെ വില കുറവാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരരുത് നല്ല മെറ്റീരിയൽ ഉണ്ട് നല്ല കളക്ഷൻ ഉണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഒന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലത്തെ കുറെ മെറ്റീരിയൽ ഞാൻ ഇവിടെ കണ്ടു അതെ വിലക്കുറവാന്നും പറഞ്ഞ് വന്നതാണ് പക്ഷെ ഇവിടെ വിലക്കുറവ് കാര്യങ്ങളൊന്നുമില്ല പക്ഷെ മെറ്റീരിയൽ കളക്ഷൻ കുറെ ഉണ്ട് നല്ല നല്ല കുറെ മെറ്റീരിയലൊക്കെ ഉണ്ട് ഞാൻ കുറെ ജീൻസിന്റെ ഒക്കെ ഒരു ഡ്രസ്സ് ഞാൻ കണ്ടായിരുന്നു അതും കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ അത് എടുത്തത് പക്ഷെ അതിന് 7,000 എത്തൂല ഇവിടെ അല്ലേ ഇതന്നെ ഈ ഷോപ്പിലാണ് ഫർ മെറ്റീരിയൽ ഉള്ളത് ഓക്കെ അടിച്ചെടുത്തോ ATM ഉണ്ടായിരുന്നു അവിടെ
ഇനി ഒന്നും ഇല്ലല്ലോ. മറ്റേ വേറെ നോക്കണോ? എന്നാ പിടിച്ചു. നമ്മ ആ കേറിയാളില്ലേ അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ മേടിക്കാം. ഞാൻ ഇപ്പോഴും അവിടെ അതില്ലാത്തതുകൊണ്ട് ഇനി ഇച്ചിരി കൂടി പൈസ ഉണ്ട്. അപ്പൊ ഞാൻ അതിന് എന്തേലും കൂടി മെറ്റീരിയൽ എടുക്കാന്ന് വെച്ചു. ഇനിയിപ്പൊ ഇവിടെ വരാലൊക്കെ ഇടക്കങ്ങാനൊക്കെ ഉണ്ടാവുള്ളൂ. ആ പൈസ കൂടിയിട്ട് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി പോണേ. ഞാനാണെ ഉച്ചക്കൊന്നും തിന്നിട്ടില്ല, ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. വിശന്നിട്ട് പാടില്ല, അതുകൊണ്ട്. എന്തായി? തുമ്പിക്ക് പാടില്ല ഗൈസ്. തുമ്പിക്ക് വയറുവേദന. ഇവിടം വരെ നടന്നാ പിന്നെ വയറുവേദന. ഞാനാണെങ്കിൽ ഈ കുട്ടിയോടൊപ്പം ഇട്ടിട്ട് ആൾക്കാരൊക്കെ എന്നെ അത്ഭുതത്തോടെ നോക്കാം. പിള്ളേരൊക്കെ നോക്കി ചിരിക്കാം. പണിക്കാരൻ വേണ്ട വേണ്ട പട്ടി. ഇവൻ എന്റെ ശത്രുവാണ്. ശത്രുവിന്റെ മിത്രം. സൂപ്പറായിട്ടുണ്ട് കാണാൻ. നീ എന്തിനാ അങ്ങനെ എടുക്കണം? ഞാൻ കട്ട് ചെയ്ത് കളയുന്നത്. നിന്നെ കളയൂല തുമ്പി. ഞാൻ എടുക്കാൻ തുമ്പി. അപ്പൊ ഇവനെ മാത്രം അങ്ങോട്ട് വെക്കാല. ഇനി എനിക്ക് ആ നീല കളർ ഒരു മെറ്റീരിയൽ എടുക്കില്ലേ, അതിന് പറ്റിയൊരു ഫർ മെറ്റീരിയൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല, ഞാൻ ഉദ്ദേശിച്ച പോലത്തത്. അപ്പൊ നമുക്ക് അതിന് ഇവിടെ നിന്ന് ഞാനൊരു നീല കണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതെടുക്കാം. പിന്നെ അതിന് എത്രയും വെക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂടി എടുക്കാം നമുക്ക്. 2-3 കൂടി. 2-3 അല്ല, ഒരെണ്ണം കൂടിയൊക്കെ എടുക്കാനേ പൈസ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ പൈസ തീരുന്നു. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ കഥ. പിന്നെ എന്റെ കാര്യത്തിൽ തീരുമാനമായി. നാളെ പിന്നെ ഇവർക്കാണ് മെറ്റീരിയൽ എടുക്കാനാണ് വരേണ്ടത്. അകത്തേക്ക് പറ്റി കിലോ കണക്കിന് കൊടുക്കണ അവിടെ ഉണ്ട്. പക്ഷേ ഇല്ലേ, അവിടെ അന്ന് ഞാൻ ചോദിച്ചില്ലേ നല്ല പൈസ ഉണ്ടെന്ന് പറഞ്ഞത് കിലോത്തിന്. മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ എടുത്ത് കഴിഞ്ഞ് ഊബർ നോക്കി നിൽക്കണ്ട. ഇനി നാളെ പോണത് ചിപ്പേട്ടിലോട്ടാണ്. ഊബർ വന്നിട്ടുണ്ട്. ഇനി അതിന്റെ പോണേ. ഞങ്ങൾ ഇങ്ങോട്ട് ഓട്ടോയ്ക്കാണ് വന്നത്. തിരിച്ച് ഓട്ടോയിൽ വേണ്ടാന്ന് വെച്ചു. നല്ല അടിപൊളിയായിരുന്നു ഓട്ടോയ്ക്ക് വന്നത്. അതുകൊണ്ട് അതെ, പുള്ളി വന്നോ അവിടെ ടെൻഷനായി പോയതാ. ഞാനവിടെ ബസ്സുകാരി ഇയാളുടെ ഓട്ടോ മാർക്ക് ഞാൻ നമ്മുടെ അവിടെയൊക്കെ പോലീസ് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടത്തില്ലേ. ഇതെന്നാ നമ്മൾ കൊണ്ടുപോകണം.